ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജിയ. ഇന്ന് ഞാൻ മലബാർ ഭാഗത്ത് ട്രെൻഡിയായി ഒരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സുകളായ മലബാർ ഭാഗത്തുള്ള, പ്രത്യേകിച്ച് മലപ്പുറം തലശ്ശേരി ഭാഗത്തുള്ളവർക്ക് മുമ്പ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. അവർ ഈ റെസിപ്പി ട്രൈ ചെയ്ത് അവർക്കും കുടുംബക്കാർക്കും നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അവരുണ്ടാക്കിയതിൻ്റെ ഫോട്ടോസ് എനിക്ക് ഫീഡ്ബാക്കായി അയക്കുകയും ചെയ്തു. അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മലബാർ ദം ബിരിയാണിയിലൊക്കെ നമുക്ക് മസാലകൾ ഇല്ലാത്ത ഭാഗം നമുക്ക് കല്യാണ വീടുകളിൽ കിട്ടുകയാണെങ്കിൽ നമുക്കത് ബിരിയാണി അരി കൊണ്ടുള്ള സാധാ ചോറ് കഴിക്കുന്ന എഫക്റ്റാണ്. പക്ഷേ ഈ ബിരിയാണിയിൽ അങ്ങനെയല്ല. നമുക്ക് മസാലകൾ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ സമമായിട്ടുണ്ടാവും. ഇത് വളരെ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഇത് നിങ്ങൾ ആരെങ്കിലും ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ 2 കിലോ ബിരിയാണിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായി ഇത് എൻ്റെ 1 കിലോൻ്റെ അളവ് പാത്രമാണ്. ഞാൻ അതിന് 2 പാത്രം അരി എടുക്കുന്നുണ്ട്. ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അളവ് പാത്രത്തിൻ്റെ 1 പാത്രം, നമ്മൾ 2 പാത്രം അരി എടുത്തതിൽ 1 പാത്രമാണ് വലിയ ഉള്ളി മുറിച്ചതിന് ശേഷം എടുക്കുക. പിന്നെ സ്പൈസസ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. തക്കാളി അതേപോലെ തന്നെ 1 പാത്രം. പച്ചമുളക് 20 എണ്ണം വേണം. 1 കിലോക്ക് 10 എണ്ണം എന്ന രീതിയിൽ 2 കിലോക്ക് 20 എണ്ണം. നെയ്യ് 1 കിലോക്ക് അര ഗ്ലാസ് എന്ന രീതിയിൽ 2 കിലോക്ക് 1 ഗ്ലാസ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഓയില് 1 കിലോക്ക് 1 ഗ്ലാസ് എന്ന രീതിയിൽ 2 കിലോക്ക് 2 ഗ്ലാസ്. നെയ്യ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം ഒഴിക്കില്ല. ആദ്യം 2 ഗ്ലാസ് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ശേഷം പച്ചമുളക് കഴുകിയതിന് ശേഷം നമുക്കത് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ അപ്പോൾ തന്നെ ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കണം. ശേഷം നമുക്ക് നമ്മൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിന് ചെറിയ ഉള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഈ 2 ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കാം. ഉള്ളി എത്രത്തോളം നമ്മൾ ബ്രൗൺ ആക്കി വറുത്തെടുക്കണം, കരിയാതെ, അത്രയും ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. ഇനി നമ്മൾ മാറ്റി വെച്ച ഒരു ബൗള് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ ബൗളിൻ്റെ അളവ് പറയുന്നത് നമ്മൾ 2 കിലോ പറഞ്ഞ് 2 ബൗളാണ് അരി എടുത്തിട്ടുള്ളത്. ആ പാത്രത്തിൻ്റെ പകുതിക്കാണ് ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കേണ്ടത്. ഞാൻ മട്ടൺ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. 1.5 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1 ടീസ്പൂൺ, റെഡ് ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണാണ്. ടീസ്പൂൺ ആണെങ്കിൽ 4 ടീസ്പൂൺ. ടേബിൾ സ്പൂൺ പറയുമ്പോൾ ഹീപ്ഡ് ടീസ്പൂണാണ്. ഇനി നമുക്ക് മല്ലിയിലയും പുതിന ഇലയും ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് തൈര് 2 ഗ്ലാസ്, അതായത് 2 കപ്പ് ചേർത്ത് കൊടുക്കാം. നാരങ്ങ അതേപോലെ തന്നെ 2 നാരങ്ങയുടെ നീര്. പിന്നെ ഇതിലേക്കുള്ള ഉപ്പിൻ്റെ അളവ് പറഞ്ഞാൽ 1 കിലോക്ക് 1 പിടി ഫുള്ള് ആണ് ഉപ്പ്. അപ്പോൾ നമുക്ക് 2 കിലോക്ക് 2 പിടി ഫുള്ളായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം. ശേഷം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് കഴുകി വാരി വെച്ച് മട്ടൺ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. മട്ടൺ ഗ്രേവിയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. മട്ടൺ ആയതുകൊണ്ട് കുറച്ച് വേവുള്ളതായിരിക്കും. അപ്പോൾ ഒരു 3-4 വിസിൽ വിടുന്നതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മട്ടൺ ആയി വരുമ്പോഴേക്കും നമുക്ക് വെള്ളം അളന്ന് വെക്കാം. അതിന് നമ്മൾ അരി എടുത്ത പാത്രത്തിൻ്റെ 3 പാത്രമാണ് നമുക്ക് വെള്ളം എടുക്കേണ്ടത്. ഒരു പാത്രത്തിന് 1.5 എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ വെള്ളം എടുക്കുന്നത്. ഈ വെള്ളം ഒന്ന് ചൂടാകാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം.
മട്ടൺ കുക്കർ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. മട്ടൺ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതൊരു ബിരിയാണി ചെമ്പിലോട്ട് ഈ മസാലകളൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ ബിരിയാണി ചെമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അളന്ന് വെച്ച വെള്ളം നല്ല ചൂടാകാൻ വേണ്ടി വെച്ചിരുന്നല്ലോ, ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഞാൻ അപ്പോഴേക്കും കുതിർത്ത അരി വാരി വെച്ചിട്ടുണ്ട്. ബിരിയാണി നന്നായി മസാലകൾ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർത്താനുള്ള സമയമായിട്ടുണ്ട്. ഈ നേരത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ ഇടുകയാണെങ്കിൽ ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റായിരിക്കും. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇപ്പോൾ സ്റ്റൗ കത്തിക്കേണ്ടത്. അപ്പോൾ നന്നായി തിള വരുമ്പോഴാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കുക. ഇത് അരി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വേണം സ്റ്റൗ വേണ്ടത്. ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് നന്നായി തിള വന്നതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാകത്തിനാവുമ്പോൾ നമ്മൾ ഒന്ന് സ്ലോ ആക്കി മീഡിയം ലെവലിൽ ഫ്ലെയിം വെക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ തുറന്നു നോക്കാം. ഇപ്പോൾ അരിയും വെള്ളവും ഒപ്പം ആയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കാം. ഇപ്പോൾ അരിയും വെള്ളവും എല്ലാം ഒരേ ലെവലിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടിയിൽ പിടിക്കും എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ മാത്രം അടിയിലൊരു നല്ല കട്ടിയുള്ള കല്ലുകൾ എന്തെങ്കിലും വെക്കാം. ഞാനിവിടെ അതൊന്നും വെച്ചിട്ടില്ല. ഇത് കണ്ടില്ലേ, രണ്ടും വെള്ളവും അരിയും ഒരേ ഒപ്പം ആയിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ അളവാകുമ്പോൾ നമുക്ക് ഇനി അവസാനമായിട്ട് നമ്മൾ ബാക്കി മാറ്റി വെച്ചിരുന്ന നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 ടേബിൾ സ്പൂൺ മാത്രമാണ് നെയ്യ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആ 1 കപ്പ് ഗീ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ബാലൻസ് ഗീ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കപ്പിന് പകരം ഗ്ലാസ് കാണിച്ചു തന്നത് മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർക്കും ഈ അളവിൽ എടുത്താൽ മതി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ്സിൽ അളന്ന് കാണിച്ചു തന്നത്. ആ ബാലൻസ് ഗീ ഇപ്പോഴാണ് ഒഴിക്കേണ്ടത്. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ദമ്മിലിടാം. ദമ്മിലിടുക എന്ന് വെച്ചാൽ ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം അതിനെ വെക്കുക എന്നുള്ളതാണ്. വേറെ നമ്മൾ കൂടുതലായിട്ട് മുകളിൽ കത്തിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ദമ്മിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കാം. ശേഷം നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ കായ്ച്ചാറ് കൂടി ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി വേറൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ബിരിയാണീൻ്റെ ഒപ്പം കായ്ച്ചാറ് ഒഴിച്ച് കഴിക്കുന്നത് ഒരു രീതിയുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണത്, ബിരിയാണിയും കായ്ച്ചാറും. ഇത് കണ്ടില്ല, നന്നായി നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അരികൾ ഒട്ടിയിട്ടില്ല, അടി പിടിച്ചിട്ടില്ല, ഒന്നും. ഞാൻ പറഞ്ഞ അതേ അളവിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുമല്ലോ. നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.
Let's go!